എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ന്യൂട്ടല മാർബിൾ കേക്ക് ആണ് കേട്ടോ. മാർബിൾ കേക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ന്യൂട്ടല മാർബിൾ കേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി കോംബോ ആണ്. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് എന്നും പറയുന്ന പോലെ ചാനൽ ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം. ആദ്യം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിനുള്ളത് നോക്കാം കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 1 കപ്പ് പൗഡർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഒന്നിച്ചൊരിക്കലും ഇടരുത്, കുറച്ചായിട്ട്. ഇവിടെ ഞാൻ 3 തവണയായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഏതാക്കാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഈ പൗഡേഴ്സൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 3 തവണ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചായിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ആദ്യം ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു, എന്നിട്ടത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കുക. സെക്കൻഡ് ടൈം ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ കുറച്ചായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾക്ക് കൊക്ക ബാറ്റർ റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്ക പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മളുടെ ബാറ്റർ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുക്കർ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നോർമൽ പ്ലെയിൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ ആ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ഫസ്റ്റ് ബാറ്ററിനാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കൊക്കോ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ തവണയും നമ്മൾ ഇടവിട്ടിട്ട് നമ്മളുടെ ബാറ്റർ തീരുന്നവരെയും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ നമ്മൾ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൂത്ത് പിക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. സെൻറ്ററിൽ കൂടെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മൾ കുക്കർ നേരിട്ട് ഒരിക്കലും സ്റ്റൗ ടോപ്പിൽ വെക്കരുത്, കാരണം നമ്മൾ കേക്ക് കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഒരു തവ യൂസ് ചെയ്യുക. തവ നമ്മളൊരു 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ വെക്കുക. അതുപോലെ കുക്കറിൻ്റെ വിസിലിടരുത്. ഇനി നമുക്കിതൊരു 20 മുതൽ 30 മിനിറ്റ് വരെയും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കേക്ക് റെഡിയാവുന്ന ടൈം കൊണ്ട് നമുക്ക് ന്യൂട്ടല ഫ്രോസ്റ്റിംഗ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം ന്യൂട്ടല എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 60 ഗ്രാം ബട്ടർ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കണം കേട്ടോ. ഒരിക്കലും ഫ്രീസറിൽ നിന്ന് നേരിട്ടിട്ട് എടുത്തിട്ടുള്ള ബട്ടർ യൂസ് ചെയ്യരുത്. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്നത് പോലെ തന്നെ ആ സ്റ്റിഫ്നെസ് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ.
അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ കേക്കിൻ്റെ നടുക്ക് പോർഷൻ നന്നായിട്ടൊന്ന് വീർത്ത് വരും. അതുകൊണ്ട് നമ്മൾ ഡിസൈൻ കുറച്ച് പരന്നേക്കുന്നത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മേലെ ഐസിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ സോസ് പാനിൽ ചെയ്താൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ കുക്കറിൽ ചെയ്യുന്ന സമയത്ത് കേക്ക് കുറച്ചും കൂടി സ്പോഞ്ചി ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ തന്നെ ഇപ്പോൾ ചെയ്തത്. നമുക്ക് കേക്ക് ഇനി കുക്കറിൽ നിന്നിട്ട് മാറ്റാം. അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യുക. കേക്കിൻ്റെ താഴെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, തീരെ കരിഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ കേക്കും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കേക്കിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യത്തെ ലെയറിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ന്യൂട്ടെല്ലയുടെ ഐസിങ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഷുഗർ സിറപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം അപ്പോൾ നമ്മളുടെ കേക്ക് വല്ലാണ്ട് മധുരമായി പോകും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ന്യൂട്ടെല്ല മാത്രം മതി. ഇനി ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മേലെ പൊന്തി നിൽക്കുന്ന കുറച്ച് പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മേലത്തെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂട്ടെല്ല വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ ഒന്ന് ഈ ലെയർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ന്യൂട്ടെല്ല ഐസിങ് നമുക്കിതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ഫ്ലവർ ഡിസൈൻ മേലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് ന്യൂട്ടെല്ല പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത കേക്കിൻ്റെ മേലത്തെ പോർഷനാണ്, അത് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ന്യൂട്ടെല്ല അപ്ലൈ ചെയ്ത ഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫുള്ള് കേക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോർഷൻ വേസ്റ്റ് ആവുന്നില്ല. നമ്മളുടെ കേക്കിൻ്റെ സൈഡൊക്കെ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ ആക്കി എടുക്കാനും പറ്റും നമുക്ക്. ഞാനിനി കേക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു കേക്കാണിത്. അതുപോലെ തന്നെ ന്യൂട്ടെല്ലയുടെയും മാർബിൾ കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് ഇതിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക്